അർജന്റീനയിലെ ഗ്ലാഡീസ് ക്യുറേഗ എന്ന വീട്ടമ്മയ്ക്ക് മുമ്പിൽ പല സമയങ്ങളിലായി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഈ ഗ്ലാഡീസ് എന്ന് പറയുന്ന അമ്മ വീട്ടിൽ വൈകുന്നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്വാഭാവികമായും കയ്യിൽ ഉണ്ണീശോ ഉണ്ടായിരുന്നു, ഒപ്പം ജപമാലയും ഉണ്ടായിരുന്നു. ഈ അമ്മ ഈ മകൾക്ക് നൽകിയ സന്ദേശത്തിൻ്റെ പൊരുൾ എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തോട്, ദൈവവചനത്തോട് താല്പര്യമുള്ള മക്കളായിട്ട് ജീവിക്കണമെന്നാണ് പറയുന്നത്. ദൈവവചനം വായിക്കാനും ധ്യാനിക്കാനും വചനമനുസരിച്ച് ജീവിക്കാനും അമ്മ ഇവളിലൂടെ ലോകത്തോട് ആഹ്വാനം ചെയ്യുകയാണ്. ഈ പരിശുദ്ധ അമ്മ ദൈവവചനവുമായി ബന്ധപ്പെട്ട് ഈ ഗ്ലാഡീസ് എന്ന് പറഞ്ഞ അമ്മയ്ക്ക് നൽകിയ സുന്ദരമായ ഒരു സന്ദേശം ഇങ്ങനെയായിരുന്നു: വചനം വായിക്കാത്തവൻ വഴിയറിയാതെ യാത്ര ചെയ്യുന്ന സഞ്ചാരിക്ക് തുല്യനാണ്. ആയതിനാൽ പ്രിയമുള്ളവരെ, വഴിയറിയുന്ന സഞ്ചാരിയായി ജീവിക്കാൻ വചനം ധ്യാനിക്കണമെന്ന് അമ്മ ഈ ഗ്ലാഡീസ് എന്ന അമ്മയിലൂടെ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, പക്ഷെ ചരിത്രവും പാരമ്പര്യവും പഠിപ്പിക്കുന്നത് അതാണ്. ഏതാണ്ട് 7 വർഷത്തിനിടയിൽ പരിശുദ്ധ അമ്മ ഈ വീട്ടമ്മയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് 2000 തവണയ്ക്കും അധികമാണെന്ന് പറയും. ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ അതാണ് സത്യം. അതിനുശേഷം ഈ ഗ്ലാഡീസ് എന്ന് പറയുന്ന വീട്ടമ്മ പ്രാർത്ഥനയിലും നിശബ്ദതയിലും കഴിച്ചുകൂട്ടാൻ ആരംഭിച്ചു. ഇന്നും അവൾ അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. ഈ പ്രത്യക്ഷപ്പെടലിൽ അമ്മ പ്രധാനമായിട്ടും ഇവളോട് പറഞ്ഞത്, സെയിൻറ്റ് നിക്കോളാസിൻ്റെ നാമധേയത്തിലുള്ള കത്തീഡ്രൽ ദേവാലയത്തിൽ എൻ്റെ ഒരു തിരുസ്വരൂപം വർഷങ്ങൾക്ക് മുമ്പ് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളതായിരുന്നു. പക്ഷെ പിന്നീട് എപ്പോഴോ അത് എവിടെയോ ഉപേക്ഷിക്കപ്പെട്ടു. ആ ഉപേക്ഷിക്കപ്പെട്ട തിരുസ്വരൂപത്തെ നിന്നിലൂടെ ഞാൻ കണ്ടെത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയും. പ്രിയമുള്ളവരെ, ആദ്യത്തെ പ്രത്യക്ഷപ്പെടലിൽ അമ്മ ഈ സന്ദേശം നൽകുകയുണ്ടായി. അതിനുശേഷം അമ്മയുടെ നിർദ്ദേശമനുസരിച്ച് ഇവൾ ആ ദേവാലയത്തിൻ്റെ പലയിടങ്ങളിലും മറ്റു പലരുടെയും സഹായത്താൽ അന്വേഷിച്ചപ്പോൾ ഈ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം കണ്ടെത്തുകയുണ്ടായി. ഈ തിരുസ്വരൂപം കണ്ടെത്തിയ ഉടനെ തന്നെ ഈ ഗ്ലാഡീസ് എന്ന് പറയുന്ന അമ്മ അവിടെയുള്ളവരോട് പറയുന്നുണ്ട്, ഇത് തന്നെയാണ്, ഈ ഒരു രൂപത്തിലാണ് അമ്മ എൻ്റെ മുമ്പിൽ ഈ കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ടിരുന്നത്. അങ്ങനെ അത് പുനഃപ്രതിഷ്ഠിക്കുകയും അവിടേക്ക് ഒരുപാട് ആളുകൾ കടന്നു വരികയും പിന്നീട് ഏതാണ്ട് ഒരു 3 കിലോമീറ്റർ മാറി വേറൊരു സുന്ദരമായ ദേവാലയം പണിയുകയും അത് പരിശുദ്ധ അമ്മയുടെ തീർത്ഥാടന ആലയമായി അറിയപ്പെട്ട് ഇന്നും നിലനിൽക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥ വായനയിലൂടെ നിനക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു ദൈവീക ചൈതന്യം നീ വീണ്ടെടുത്ത് കർത്താവിൻ്റെ അമ്മയിലൂടെ വിശുദ്ധ ബലിപീഠത്തിലേക്ക് കടന്നു വരണമെന്ന് പരിശുദ്ധ അമ്മ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്.